ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്ത് സന്തോഷങ്ങളാണ്, എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് നിങ്ങൾക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് വാട്ടറിന്റെ എനർജിയാണ്, അതായത് 4 ഓഫ് കപ്സിന്റെ എനർജി. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, അപ്പോൾ വാട്ടർ സൈൻ ആണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇമോഷൻസിനെ കുറിക്കുന്നതാണ്. ഈ ഒരു വ്യക്തി ഇമോഷണലി ബാലൻസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ആവാൻ വേണ്ടി ഇയാൾ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആണ്, ആള് വളരെയധികം ഡൗൺ ആണ്. ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല. മുൻപിൽ കുറെ ഭാഗ്യങ്ങളുണ്ട്, മുൻപിൽ കുറെ കപ്പുകളുമുണ്ട്, കപ്പിനകത്ത് സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിലൊന്നിലും ഈ വ്യക്തി സംതൃപ്തനല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി മറ്റൊന്നാണ് ആലോചിക്കുന്നത്, വേറെ എന്തോ ഒന്ന് ഇവിടെ ആലോചിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. കുറെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു, പക്ഷെ ആഗ്രഹിച്ചത് വന്നില്ല, ബാക്കി അല്ലാത്തതൊക്കെയാണ് വന്നത്. നമ്മൾ പലപ്പോഴും പറയാം, നമ്മൾ പഠിക്കുന്ന കോഴ്സിനല്ല നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി അല്ല കിട്ടിയത്. അപ്പൊ അതിനകത്തുള്ളൊരു സാറ്റിസ്ഫൈഡ് അല്ല, ആവാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിൽ ഉള്ളത് എന്താണ്? മനസ്സിലെ ആ ചിന്ത ഇങ്ങനെ പൊങ്ങി വരുന്നത്, ഞാനിത് ആഗ്രഹിച്ചാലല്ലോ, ഞാനിത് പഠിച്ചതല്ലോ, ഞാൻ ആഗ്രഹിച്ചത് ഇതല്ലല്ലോ എന്നുള്ള നിരാശ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ നിരാശയിലിരിക്കാൻ പാടില്ല. മനസ്സിലായി? ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവിടെ നിരാശയല്ല നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ദൈവം എന്തു തരുന്നുണ്ടോ, എനിക്ക് എന്താണ് ഡിവൈൻ തരുന്നത് ഈ ഒരു സമയത്ത്, ഞാൻ അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുള്ള ചിന്തയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ യാതൊരു തരത്തിലും വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വരില്ല. ഇവിടെ എന്തോ വലുതൊന്നും ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലായി, അതൊന്നും ലഭിക്കുന്നില്ല, അതിനാൽ നിരാശ കൊണ്ടിരിക്കുന്നു ജീവിതം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ എല്ലായ്പ്പോഴും എന്താണ്, ദൈവം എന്തു തരുന്നുണ്ടോ, എനിക്ക് ഇതാണ് ഇപ്പോൾ വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇത് തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഡിവൈൻ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോൾ ഈ ഒരു ഭാഗ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു സൗഭാഗ്യത്തെ തരാനാണ്. ഇത് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും അതിലൂടെ വലിയ സക്സസ് നേടാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അല്ലാതെ അതെനിക്ക് കിട്ടിയില്ല, ഇതെനിക്ക് ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശയിലാണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെ നിരാശ കൊണ്ടിരിക്കാനേ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇവിടെ പേജ് ഓഫ് വാട്ടറിന്റെ എനർജിയാണ്, കപ്പ് എനർജിയാണ് ഇന്ന് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അതായത് കൂടുതലായിട്ടും എന്താണ്, തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ചില കാര്യങ്ങൾ. ചിലപ്പോൾ സ്നേഹബന്ധങ്ങളിലാവാം. കപ്പ് എപ്പോഴും ഇവിടെ സൂചിപ്പിക്കുന്ന കപ്പ് എനർജി എപ്പോഴും വരുന്ന ഇമോഷൻസിനെയാണ്. ഇമോഷൻസ് എന്തിലുള്ളതാണ്? കൂടുതലായിട്ട് സ്നേഹപരമായ കാര്യങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളോട് ആരെങ്കിലും തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് തുറന്നു പറയാൻ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കപ്പിനുള്ളിൽ ഇവിടെ കണ്ടില്ലേ ഒരു ഫിഷിനെ കാണിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ഇത് തുറന്നു പറയാനുള്ളതാണ്. ആഗ്രഹങ്ങൾ സഫലമാകുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷകളാണിത്, പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ എന്താണ്, ഇതിനെ ഒന്ന്
പുറത്തേക്ക് വിടുകയാണ് വേണ്ടത്, പുറത്തേക്ക് അറിയിക്കുകയാണ് വേണ്ടത്. ഉള്ളിലുണ്ട് ഈ ഒരു സ്നേഹം, ഒരുപാട് ഉള്ളിലുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇത് പങ്കുവയ്ക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ സ്നേഹം പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ആരോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ നിങ്ങളെ കാണാൻ വരുന്നു, ആരൊക്കെയോ നിങ്ങളോട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചിലപ്പോൾ ഇപ്പോൾ മെസ്സേജ് വഴിയായാലും തുറന്ന് പറയാനായാലും ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കണ്ടില്ലേ? ഇവിടെ ഭാഗ്യചക്രം ഉരുളുകയാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം സമയം വന്നിട്ടുണ്ട്, ഭാഗ്യം നടക്കാൻ പോകുന്നു. എന്താണോ ചേഞ്ച് വരാൻ പോകുന്നു, ജീവിതത്തിൽ ഒരു ഉയർച്ച വരാൻ പോകുന്നു, ലക്ക നിങ്ങളുടെ ഭാഗ്യം ഇനിയാണ് വരാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ട ഭാഗ്യം ഒന്നും അനുഭവിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിച്ചില്ല, ഇനിയാണ് നിങ്ങൾക്ക് അതിന് സമയം വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ അതിനുള്ള സമയമായില്ല, ഇനി ചിലപ്പോൾ അതിനുള്ള സമയമാകുന്നുണ്ട്. ഇവിടെ ജീവിതത്തിൽ ഒന്നേന്നുള്ള ഒരു തുടക്കം വരുന്നുണ്ട്. മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രസ് വരാൻ പോകുന്നു, ഒരു ചേഞ്ച് വരാൻ പോകുന്നു. അതുപോലെ തന്നെ കൂടിച്ചേരേണ്ടവരോട് കൂടിച്ചേരാനുള്ള സമയമായിരിക്കുന്നു. പല കാര്യങ്ങൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കാൻ സമയമായിരിക്കുന്നു. ചിലപ്പോൾ ഗവൺമെന്റ് ജോബ് ആവാം, കാത്തിരിക്കുന്നത് ഇതായിരിക്കാം ഇവിടെ, അല്ലെങ്കിൽ കാത്തിരിക്കുന്ന പങ്കാളി ഇവിടെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്, ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ പറയാനും സമയമായിരിക്കുന്നു. അത് നിങ്ങളുടെ ഭാഗ്യസമയം അടുത്തുവെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ കിങ് ഓഫ് വാട്ടർ ആണ്, ഹൈ എനർജിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി പിന്നെ കപ്പ് എനർജിയാണ് ഇന്ന് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ആർക്കൊക്കെയോ ഈ ഒരു എനർജിയാണ് അത്യാവശ്യമെന്ന് തോന്നുന്നു. ഈ എനർജിയിൽ ഇരിക്കുകയാണ് പലരും എന്ന് തോന്നുന്നു. ഇമോഷൻസിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് വിശ്വാസം കൊണ്ടുവരികയാണ്. താൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ഈ വ്യക്തി എന്റേതാണ്, അല്ല എങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആ വ്യക്തി എന്നെ സ്നേഹിച്ചു വരണം, അല്ലെങ്കിൽ എന്നിലേക്ക് അത് അടുത്ത് വന്നിരിക്കണം. അതിനായിട്ട് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, ആഗ്രഹിക്കുകയാണ് ഹൈ എനർജിയിലുള്ള വ്യക്തി. അതായത് ഒരു നിസ്സാരമായ ആളല്ല, ബാലൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണിത്. നിങ്ങൾ അങ്ങനെയാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ സഫലമാകുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അത് അങ്ങനെ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരുപാട് സൈലന്റിൽ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ടു ഓഫ് വാട്ടർ ആണ്, ടു ഓഫ് കപ്സ്. അതായത് കപ്പ് എനർജി അല്ലേ ഇവിടെ കണ്ടില്ലേ? ഇന്ന് കൂടുതലായിട്ടും കപ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ആത്മമിത്രം, നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് എന്തോ ഒരു സോൾമേറ്റ് കണക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ, അകന്നിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളോട് കൂടിച്ചേരാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല, മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കൂടിച്ചേർന്നൊരു തീരുമാനമെടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ചിരിക്കുന്നവർക്ക് ആ ഒരു ഫ്രണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവണം. നിഷ്കളങ്കമായ ആ സ്നേഹത്തെ പങ്കിടാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടാവണം. അങ്ങനെ എന്തൊക്കെയോ ചില നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ്. ഇത് ഏത് കാര്യത്തിലുമാകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും. ദൈവികമായ എനർജിയാണിത്. കൂടിച്ചേരൽ എന്ന് പറയുന്ന ദൈവികമായ എനർജിയാണ്. അപ്പൊ ഇവിടെ ഐശ്വര്യം, സമൃദ്ധി ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഈ എനർജി ദൈവാനുഗ്രഹം ഉള്ളതാണെന്ന് കാണുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കണക്ഷൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ തരുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ 2 ഓഫ് ഫയറിന്റെ എനർജിയാണ്. എന്തോ ഇന്ന് ഇവിടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പ്ലാൻ ചെയ്തുകൊണ്ടൊരു പാർട്ട്ണർഷിപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. മനസ്സിലായി? എന്തോ ഒരു ജോലിക്കാര്യത്തിനാവാം. ഇവിടെ വൺസ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പൊ 2 ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇതെന്താണോ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് ഒരു പാർട്ട്ണർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജോലിക്കാര്യത്തിൽ ഒരു കൂടിച്ചേരലിന് ആഗ്രഹിക്കാം. അവിടെ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവണം, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോഗ്രസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പുതിയ ബിസിനസ്സിന് വേണ്ടി എന്തൊക്കെയോ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇനി അഥവാ ഇനി അതിനുവേണ്ടി ചില വ്യക്തികൾ വരണം, ചില സാഹചര്യങ്ങൾ ഉണ്ടാവണം, ചില സന്ദർഭങ്ങൾ വന്നു ചേരണം. ഇതൊക്കെയും നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ അവിടെ സൈലൻസ് പാലിക്കാം. മനസ്സിലായി? വന്നു ചേരട്ടെ എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. മനസ്സിലായി? അങ്ങനെ ഇരിക്കാൻ കൂടെ ശ്രമിക്കണം. എല്ലാവരുടെയും ജീവിതം എന്താണ്? സ്ട്രഗിളിംഗ് ഉള്ളതാണ്. സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നല്ലത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? നന്മയുണ്ടെങ്കിൽ ഇവിടെ തിന്മയും ഉണ്ടാവും. കാരണം കാത്തിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധിക്കും. പ്രോഗ്രസിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് സാധിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ടോ, ഇവിടെ തിന്മയും ഉണ്ടാവും. മനസ്സിലായി? നിങ്ങൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് വരും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്ത ഉടനെ തന്നെ എനിക്കത് തിരിച്ചു വരും, ഇവിടെ പ്രതീക്ഷയാണ്, കാത്തിരിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ അത് തിരിച്ചു വരും എന്നൊരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ആരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഒരാളിന് കൊടുത്തിട്ട് അത് നമ്മളിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരും, അല്ലെങ്കിൽ അവരതെനിക്ക് തിരിച്ചു വേറെ എന്തെങ്കിലും കൊണ്ടു തരും എന്നൊന്നും പ്രതീക്ഷിക്കാനേ പാടില്ല. മനസ്സിലായി? അങ്ങനെ നല്ല കാര്യങ്ങൾ തന്നെ വേണം ചെയ്യാൻ. അപ്പം ലോകം തന്നെ നന്മയും തിന്മയും ഒക്കെ നിറഞ്ഞതാണ്. മനസ്സിലായി? ലോകം തന്നെ നന്മയും തിന്മയും ഒക്കെ നിറഞ്ഞതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കണം. ലോകം തന്നെ നന്മയും തിന്മയും നിറഞ്ഞതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും എപ്പോഴും നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. പെട്ടെന്നൊരു നിരാശ പാടില്ല. മനസ്സിലായി? വെയിറ്റ് ചെയ്യേണ്ടടുത്ത് വെയിറ്റ് ചെയ്യണം, സൈലൻസിൽ ഇരിക്കേണ്ടടുത്ത് സൈലൻസ് പാലിക്കണം. എന്തായാലും നിങ്ങൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്നില്ലെങ്കിൽ കൂടി എങ്ങനെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു നന്മ പ്രതീക്ഷിക്കാം. എന്നെങ്കിലും നിങ്ങൾക്കൊരു നന്മ വരും. മറ്റാരിൽ നിന്നെങ്കിലും നിങ്ങളിവിടെ എന്തൊക്കെയോ ഏതോ വ്യക്തികളെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും നിങ്ങളിലേക്ക് നന്മ വരും. മനസ്സിലായോ? അപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് തന്നെ അത് വരണമെന്നില്ല. അതുകൊണ്ട് വളരെയധികം ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്കിന്ന് ശനിയാഴ്ചയല്ലേ, നമുക്ക് ശിവഭഗവാന്റെ ബ്ലെസ്സിങ്സ് കൂടി ഒന്ന് നോക്കാം. ശിവഭഗവാന്റെ മെസ്സേജ് നോക്കാവേ. ഇവിടെ മിറക്കിൾസ് ആർ അപ്രോച്ചിങ് കണ്ടില്ലേ? നിങ്ങളിലേക്ക് എന്തൊക്കെയോ അതിശയങ്ങൾ വരാനുണ്ട്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തൊക്കെയോ മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായി? നമ്മളിപ്പോ ഇവിടെ കണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഭാഗ്യ സമയമായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരാനാണ്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? മിറക്കിൾസ് സംഭവിക്കാൻ സമയമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഭഗവാൻ പറയുന്നത്.
ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാവേ. ഇവിടെ ബിവെയർ ചീറ്റിംഗ് കണ്ടില്ലേ, ആരിൽ നിന്നെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചീറ്റിംഗ് വരാനുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതാണ് നമ്മളിവിടെ പറയുന്ന നന്മ ചെയ്യുക. നമുക്ക് നന്മ തന്നെ കിട്ടണമെന്ന് ഒരിക്കലും പെട്ടെന്ന് തന്നെ അത് കിട്ടണമെന്ന് പ്രതീക്ഷിക്കരുതെന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അപ്പോൾ സൂക്ഷിക്കുക, എവിടെ നിന്നെങ്കിലും ഒക്കെ ചീറ്റിംഗ് വരാനുള്ള സാഹചര്യമുണ്ട്. ഹോൾഡ് ഓൺ. എന്തിനെ ഹോൾഡ് ഓൺ ആണ്? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തെ, ഈശ്വരീയമായ ശക്തിയെ നിങ്ങൾ ഹോൾഡ് ചെയ്യൂ, ദൈവത്തിലൊരു വിശ്വാസം അർപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഈ ഒരു വിശ്വാസം നിങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ ഹോൾഡ് ചെയ്യുക, അതാണ് പറയുന്നത്. നന്മയെ ഹോൾഡ് ചെയ്യുക. ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നന്മയാണ് അല്ലെ, മംഗളകരമായ കാര്യമാണത്. അപ്പോൾ അതൊരു നന്മയാണ്. അപ്പൊ ഈ ഒരു നന്മയെ നിങ്ങൾ ഹോൾഡ് ചെയ്യൂ, ഈശ്വരീയമായ അനുഗ്രഹത്തെ അല്ലെങ്കിൽ ഈശ്വര ചിന്തയെ ഹോൾഡ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചീറ്റിങ്ങിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ടേക്ക് ഹെൽപ്പ് ഫ്രം പീപ്പിൾ. മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ് എന്നാണ് കാണുന്നത്. ഇനി ഡോണ്ട് ക്രൈ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ കരയാൻ പാടില്ല. യൂണിവേഴ്സിനോട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ അത് പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് നിങ്ങൾ കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമാവാൻ പാടില്ല. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി കഴിഞ്ഞാൽ നാളെ അവർ നിങ്ങൾക്കെതിരായിട്ട് പണി തരും. കാരണം നിങ്ങൾ വിഷമിക്കുന്നത് കാണാനാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരാൻ ആരും ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ദുഃഖിച്ച് കാണാനാണ് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞ് ഞാനൊരു തുറന്ന പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമേ പാടില്ല. അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ, കണ്ണേർ, ഇതൊക്കെ നിങ്ങളിലേക്ക് വന്ന് സംഭവിക്കാം. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം തരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊന്നും തുറന്നു പറയണ്ട. മനസ്സിലായോ? ഇവിടെ അതാണ്, ആരുടെയും മുൻപിൽ കരഞ്ഞു കാണിക്കാൻ പാടില്ല. നമ്മുടെ വിഷമങ്ങളെ നമ്മൾ ഉള്ളിലൊതുക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക, യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സിനോട് മാപ്പപേക്ഷിക്കാം. കർമ്മയുടെ ഫലമാണ്. കരയേണ്ടി വരുന്നത് എന്താണ്? കർമ്മയാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്താം. ഭഗവാൻ പറയുന്നത് ആരുടെയും മുൻപിൽ കരഞ്ഞു കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ യു ഡിസർവ് ദിസ്. നിങ്ങൾ ഇത് അർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ഈശ്വരീയമായ ഈ ഒരു അനുഗ്രഹം നിങ്ങൾ അർഹിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ ഇവിടെ അർഹിക്കുന്നതാണ്. അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് അർഹിക്കുന്നതാണ്. ഈ ഒരു അനുഗ്രഹം നിങ്ങൾ അർഹിക്കുന്നു. അതുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും വിഷമിക്കേണ്ട, മറ്റുള്ളവരുടെ മുൻപിൽ കരഞ്ഞു കാണിക്കാനും പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.